അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇപ്പോൾ നോക്കൂ, ഈ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ ഒരാൾ പുറത്തിറങ്ങാൻ പോകുകയാണ്. ഫെബ്രുവരി 2-ാം തീയതി വരുമ്പോൾ 112 ദിവസം പൂർത്തിയാക്കുകയാണ്. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, ഇതിനിടയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ഇത് ഈ കുഴഞ്ഞു മറിഞ്ഞൊരു കേസാക്കി ഇതിനെ വരുത്തി തീർക്കാനുള്ള ചില ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഈ അഴിയാക്കുരുക്കാണോ SITയുടെ മുന്നിലുള്ളത്? ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദുഷ്ടലാക്ക് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഇതിനകത്ത് സ്വാഭാവികമായ ജാമ്യം, നമ്മുടെ ക്രിമിനൽ നടപടി അനുസരിച്ചുകൊണ്ട് 90 ദിവസമാകുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുണ്ട്. ഈ കേസിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ SITക്ക് ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. പക്ഷെ ഈ കേസിനകത്ത് സമർപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നീലിമയ്ക്ക് അറിയാമോ? കാരണം ഇപ്പോൾ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ബാക്കി അറസ്റ്റിന് ക്യൂ നിൽക്കുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുരാരി ബാബുവിനെ ഒക്കെ കണ്ട് ചോദ്യം ചെയ്ത് നിങ്ങളോട് എന്തൊക്കെയാണ് ചോദിച്ചത്, ഞങ്ങൾക്കെതിരായിട്ട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള സ്വാഭാവികമായ അന്വേഷണം നടത്തിയതിനു ശേഷം ഇനി പിടിക്കപ്പെടാനുള്ള പ്രതികൾക്ക് അവരുടെ ഡിഫൻസ് തീർക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സ്വാഭാവിക ജാമ്യ നടപടികളിൽ കൂടി SIT ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം SIT ഈ കേസിന് SIT എന്ന് പറയുന്ന ടീം ഉണ്ടാക്കിയതിനു ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്? എത്ര നാളിന് ശേഷമാണ് പ്രതികളുടെ വീടുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്? ഇക്കാര്യങ്ങളിൽ ഉണ്ടായ താമസവും വീഴ്ചയും യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം തന്നെയാണ് സ്വാഭാവികമായി ജാമ്യം കിട്ടി എന്ന് പറയാമല്ലോ. ഞങ്ങളുടെ വീഴ്ച കൊണ്ടല്ല, ഇത് ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല ഇടക്കാല കുറ്റപത്രം കൊടുക്കാനെന്ന് SIT ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇനി ജയിലിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന പ്രതികൾക്ക് ഇവരുമായിട്ട് സംവദിച്ചുകൊണ്ട് ഒരു ഡിഫൻസ് ഉണ്ടാക്കാനുള്ള സാവകാശം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ പിറകിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്. ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് സുഭാഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മോഷ്ടാവിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേരള സമൂഹത്തിനെ ഓർമ്മിപ്പിച്ചത്. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്. മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ MP ആയിട്ടുള്ള ആന്റോ ആന്റണിക്ക് എന്താണ് ഇതിനകത്തെ വലിയ താല്പര്യം എന്നുള്ളതിനെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി കൂടെ നമ്മൾ ഈ കാര്യത്തിനെ പറ്റി ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രേസ് ആന്റണി ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ യോഗത്തിൽ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഈ ഭാരതത്തിലെ സനാതന സംസ്കാരം ഇല്ലാതായാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സഭാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ചൈതന്യം തകരണം, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ തകർക്കണമെന്നുള്ള ചില വിശ്വാസ സമൂഹത്തിന്റെ ഒരു അജണ്ടയും ഇതിന്റെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആന്റോ ആന്റണി ഈ കേസിനകത്തെ മുഖ്യ പ്രതിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല. ഇതിനകത്തെ കള്ളന്മാരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ തന്നെയാണ്. എല്ലാവരോടെ ചേർന്ന് ശബരിമല ഉൾപ്പെടെയുള്ള, നമ്മൾ ശ്രദ്ധിക്കണം, മന്നത്ത് പത്മനാഭന് ശേഷം വന്ന 1-2 ദേവസ്വം ബോർഡുകൾ ഒഴികെ എല്ലാ ദേവസ്വം ബോർഡുകളും ഈ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ തകർക്കാനും അവിടുന്ന് കൊള്ളയടിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട്. ഇതേപോലെ തന്നെ ചില മതശക്തികൾക്കും ശബരിമലയെ തകർക്കണമെന്ന് ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. അതിനകത്തെ ഒരാൾ തന്നെയാണ് ശ്രീ ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നുള്ളത് വളരെ എല്ലാ രേഖകളും കിടപ്പുണ്ട്. നിങ്ങൾ യൂട്യൂബ് പരിശോധിച്ച് നോക്കൂ, ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ പ്രസംഗമുണ്ട്. ഈ ഭാരതത്തിലെ സനാതന സംസ്കാരം ഇല്ലാതാകണമെന്നുള്ള പ്രസംഗം തന്നെ യൂട്യൂബിൽ കിടക്കുകയാണ്. അതും ഇതുമെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശബരിമലയെ നശിപ്പിക്കണം, കൊള്ളയടിക്കണം, ശബരിമലയുടെ ആധ്യാത്മിക ചൈതന്യം ഇല്ലാതാക്കണമെന്ന് ചില കോണുകളിൽ നിന്ന് ശക്തമായിട്ട് ആവശ്യമുണ്ട്. ആ ഒരു ബന്ധം നമ്മൾ സോണിയാഗാന്ധിയിലേക്കൂടെ ചെല്ലണം. അടൂർ പ്രകാശ് ചുമ്മാതെ പോയതാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടിക്കൊണ്ട് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ? എന്ന് വെച്ചാല് ഇറ്റലിയിലെ സോണിയ കുടുംബത്തിന് ആന്റിക് സാധനങ്ങളുടെ കച്ചവടമുണ്ട്. ആ കച്ചവട ബന്ധങ്ങൾ ഇതിനകത്തേക്ക് പോകണം. ഈ കേസുമായി ബന്ധപ്പെട്ട റൂട്ട് മാപ്പ് തയ്യാറാക്കുമ്പോൾ ശബരിമല, പമ്പ, അതുപോലെ തന്നെ അടൂര്, കിളിമാനൂര്, AKG സെന്റർ, ഡൽഹി, ഇറ്റലി വരെ ഇതിന്റെ റൂട്ട് മാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഈ കേസ് കേരളത്തിലെ ഒരു SPO അല്ലെങ്കിൽ ഒരു DIGO അന്വേഷിച്ചാൽ ഒന്നും പൂർണ്ണമായും തെളിയാൻ സാധിക്കില്ല.
ഇതിന്റെ പിറകിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്. ചില സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട് ശബരിമലയുടെ ചൈതന്യം തകർക്കാൻ. അവരിലേക്ക് കൂടി ഇതിന്റെ അന്വേഷണം ചെന്നെത്തണമെന്നുണ്ടെങ്കിൽ CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ കേസ് കൃത്യമായി അന്വേഷിക്കുക തന്നെ വേണം. LDFന്റെ പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി വിമർശനങ്ങൾ ഇല്ല എന്ന്. വിമർശനമുണ്ട്. എന്തുകൊണ്ടാണ് വിമർശനം നമ്മൾ പുറത്തറിയാതിരിക്കുന്നത്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. മറ്റേത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഓപ്പൺ ബെഞ്ചാണ്. അവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുസമൂഹം കേൾക്കുന്നുണ്ട്. ഇതെന്തോ വലിയ രഹസ്യ സ്വഭാവത്തോടുകൂടി അയോധ്യ കേസിന് ഈ രഹസ്യ സ്വഭാവം ഇല്ലായിരുന്നു. ഏതെങ്കിലും സെക്ഷൽ അസ്വാൾട്ടിന്റെ കേസിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ശബരിമല ഇഷ്ടപ്പെടുന്നവർക്കും എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു അവസരത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുന്ന നടപടി ശരിയല്ല. ചിലപ്പോൾ വിമർശിക്കുന്നുണ്ടാകാം. അവിടെ ആരൊക്കെയാ കയറി ചെല്ലുന്ന? ശശിധരനും വേറൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും മാത്രമാണ് ഈ 2 ജഡ്ജിമാരുടെ മുമ്പിലോട്ട് കയറി ചെന്ന് കാര്യങ്ങൾ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നതെന്നും കേൾക്കുന്നതെന്നും ആരും അറിയുന്നില്ല. പക്ഷെ ബദറുദ്ദീന്റെ ബെഞ്ച് നേരെ തിരിച്ചാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് ഈ SITയെ പറ്റിയുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ദിവ്യന്മാരല്ല. അവർ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട രാഷ്ട്രീയത്തിനാണ്. SP സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ DGP വിളിച്ച് ഒരു വെരട്ടിയാല് മുട്ടിടിക്കുന്ന വ്യക്തിയാണ് ശശിധരൻ എന്ന് പറയുന്ന SP. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഉണ്ടോ? കൊമ്പുണ്ടോ? അല്ലെ ഹൈക്കോടതി ഏർപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹം പേടിക്കത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പ്രൊമോഷന്, ട്രാൻസ്ഫർ ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ട് ഇവരുടെ അന്വേഷണം ഈ ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ SITയിലെ പലർക്കും ശങ്കർദാസിനെ ഒന്ന് പോയി അറസ്റ്റ് ചെയ്യാനൊക്കെ ഭയമായിരുന്നു. കാരണം ശങ്കർദാസിന്റെ മകൻ ആരാണ്? സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഉന്നത റാങ്കിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ശങ്കർദാസിനെ പോലുള്ള ഒരാളെ പോയി അറസ്റ്റ് ചെയ്യാനൊക്കെ വലിയ ഭയമായിരിക്കും. പക്ഷേ ഹൈക്കോടതി നിശിതമായ വിമർശനം നടത്തിയതിനു ശേഷമാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതെ, ശങ്കർദാസ് എന്ന് പറയുന്ന ഒരു മെമ്പറെ അറസ്റ്റ് ചെയ്യാൻ പേടിച്ച ഈ SIT എങ്ങനെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകും? മുൻ മന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അതാണ് പൊതുസമൂഹം പേടിക്കുന്ന കാര്യം. ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ജനം TV പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. റിട്ടയർഡ് പാർലമെന്റിലെ സെക്രട്ടറി ആയിരുന്ന TDP ആചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ദേവസ്വം ഈ ശബരിമലയുടെ ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. അതാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്. പൊതുജനം ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നുള്ളതല്ല. കേരളത്തിലെ ഭാരതത്തിലെ സർവ്വ ക്ഷേത്രങ്ങളും ആ വിശ്വാസി സമൂഹത്തിന് കൈമാറണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ പല പ്രാവശ്യവും പ്രമേയങ്ങളിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം എന്താ പറയുന്നത്? ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള സംഭവമാണല്ലോ, സ്റ്റേറ്റിനാണല്ലോ ആധികാരികത എന്ന്. തീർത്തും തെറ്റായ ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ ഭരണഘടനയിലെ കൃത്യമായിട്ട് ആർട്ടിക്കിൾ 254 തൊട്ട് 255 വരെ കൃത്യമായി പറയുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റുമുണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും തമ്മിലൊരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന് കൂടുതലായിട്ട് അധികാരമുണ്ട് എന്ന് ധാരാളം കേസുകളിൽ സൂചനകളുണ്ട്, ധാരാളം വിധികളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം സൂചിപ്പിക്കാം. കേരള ഹൈക്കോടതിയിൽ അടുത്ത കാലത്ത് നടന്നൊരു കേസുണ്ട്. കേരളത്തിലെ ഹിന്ദു ജോയിന്റ് ഫാമിലി അബോളിഷൻ ആക്ടുമായി ബന്ധപ്പെട്ടൊരു കേസും ഇന്ത്യയിലെ സക്സഷൻ ആക്ടുമായി ബന്ധപ്പെട്ട ഈ 2 നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത സമയത്ത് ക്ലിയർ ആയി സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് പ്രാമുഖ്യം, കേരളത്തിലെ ഹിന്ദു ജോയിന്റ് ഫാമിലി ആക്ട് അല്ല. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്, ഫുഡ് ആൾട്ടറേഷൻ ആക്ട് ഉണ്ട്, തുടങ്ങിയവയൊക്കെ കേന്ദ്രത്തിന്റെ നിയമങ്ങളുമുണ്ട്, സ്റ്റേറ്റിനുമുണ്ട്. പക്ഷെ തർക്കമുണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമത്തിനാണ് പ്രാബല്യം. ഇത് ബഹുമാനപ്പെട്ട പാർലമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിനെ ഏറ്റെടുക്കുക തന്നെ വേണം. ശബരിമല ക്ഷേത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മതേതര രാജ്യത്തിൽ അവരുടെ ആരാധനാലയങ്ങൾ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും മാനേജ് ചെയ്യാനുമുള്ള അധികാരമുണ്ടെങ്കിൽ എന്തേ ഹിന്ദുവിനെ മാറ്റി നിർത്തുന്നു? ഹിന്ദു എന്താ 2ാം കെട്ടിലെയാണോ? ഈ രാജ്യത്ത് ഹിന്ദുവിന് എന്താ സ്വാതന്ത്ര്യമില്ലേ? അവനവന്റെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഭരിക്കാനും നയിക്കാനുമുള്ള അവസരം നിഷേധിക്കുന്ന ആ നടപടി തെറ്റാണ്. അത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക തന്നെ വേണം. ശബരിമല ഏറ്റെടുക്കണം. അത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിനേക്കാൾ വളരെ വലിയ പ്രസക്തിയുള്ള ക്ഷേത്രമാണ്.
സെക്യൂരിറ്റി ആസ്പെക്റ്റിലായിക്കൊള്ളട്ടെ, നമ്മളെല്ലാം സംസാരിക്കുന്ന മതനിരപേക്ഷതയുടെ മാനദണ്ഡത്തിലായിക്കൊള്ളട്ടെ, തുടങ്ങിയ പ്രത്യേക സാഹചര്യമുള്ള ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി ഈ നാട്ടിലെ ഹിന്ദുവിനൂടെ നീതി കൊടുക്കണം. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് പള്ളി ഭരിക്കാം, മുസ്ലിമിന് അവന്റെ പള്ളി ഭരിക്കാം, പക്ഷെ ഹിന്ദു രണ്ടാം കെട്ടിലെ ഹിന്ദുവായിട്ട് ഈ ഭാരതത്തിലെ ഹിന്ദുവിനെ മാറ്റരുത്. അതുകൊണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പല പ്രമേയങ്ങളും പല വർഷങ്ങളിലും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം, ഈ കൊള്ള അവസാനിപ്പിക്കണം, വിശ്വാസി സമൂഹത്തിന് ക്ഷേത്രങ്ങളുടെ ഭരണം ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവസരം ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട, കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് ഗ്രാമീണ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ. ആ ക്ഷേത്രങ്ങളൊക്കെ നഷ്ടത്തിലൊന്നുമല്ല. എല്ലാം ആ പൊതുസമൂഹം, അവിടുത്തെ ഭക്തജന സമൂഹം കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടത്തുന്നുണ്ട് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ കള്ളന്മാരിൽ നിന്ന്, ഈ കുറുവ സംഘങ്ങളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളെയും മോചിപ്പിക്കാനുള്ള ഭക്ത സമൂഹത്തിന് അതാണ് ഭക്തർ ആഗ്രഹിക്കുന്നത്, ഹൈന്ദവ സംഘടനകൾ ആഗ്രഹിക്കുന്നത്.